ചേലക്കരയിലെ പുറമ്പോക്ക് കയ്യേറ്റം ഒഴിപ്പിക്കൽ ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചു. നവംബർ 22-നുള്ളിൽ ഒഴിഞ്ഞു പോവണം. ചേലക്കര പഞ്ചായത്തിലെ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ 2 വീടുകൾ ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാനെത്തിയ അധികൃതർക്ക് കയ്യേറ്റം നടത്തിയവരുടെ ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് താൽക്കാലികമായി നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. 2014 മുതൽ നിയമ നടപടികൾ നേരിടുന്ന കേസിൽ സുപ്രീം കോടതി വരെ വിധി പഞ്ചായത്തിന് അനുകൂലമായ സാഹചര്യത്തിലാണ് പോലീസ് ഉൾപ്പെടെയുള്ള വലിയ സന്നാഹം ഇന്ന് രാവിലെ ഒഴിപ്പിക്കലിനായി എത്തിയത്. എന്നാൽ ഒരു മനുഷ്യജീവന് ഭീഷണിയുണ്ടാക്കിയതിനെ തുടർന്ന് ഒഴിപ്പിക്കൽ നിർത്തിവെക്കാൻ അധികൃതർ തീരുമാനിച്ചു. കയ്യേറ്റം നടത്തിയവർക്ക് നവംബർ 22-നുള്ളിൽ സ്വയം ഒഴിഞ്ഞുമാറണമെന്ന് കാണിച്ച് വീണ്ടും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 21-ലെ സർവേ നമ്പർ 263-ൽ പെട്ട 1.21 സ്ഥലം ബീവാത്തുമ്മ, ഷീബ എന്നിവരെ കൈവശം വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2014 മുതൽ ഗ്രാമപഞ്ചായത്തിലെ കേസുകളും പരാതികളും ഉള്ളതാണ്. 2021-ലെ ഓംബുഡ്സ്മാൻ ഉത്തരവ് പ്രകാരം തുടർ നടപടികൾ നാളിതുവരെ സ്വീകരിച്ചു വരികയാണ്. അതിന് കഴിഞ്ഞ 2025 മാർച്ചിൽ ഹൈക്കോടതി വിധി പ്രകാരം ഒഴിപ്പിക്കേണ്ടതായിരുന്നു. അതിനെതിരെ സുപ്രീം കോടതിയിൽ ശ്രീമതി ബീവാത്തുമ്മ പോവുകയും സുപ്രീം കോടതി പ്രസ്തുത വിധി തള്ളുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരികയും ചെയ്തിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഹൈക്കോടതി ഡിസംബർ 3-നുള്ളിൽ ഒഴിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഗ്രാമപഞ്ചായത്തിനോട് അറിയിച്ചത് പ്രകാരം ഇന്ന് വീണ്ടും ഒഴിപ്പിക്കാൻ വേണ്ടി പോലീസ്, ഫയർഫോഴ്സ്, തഹസിൽദാർ എന്നിങ്ങനെ ദേവസ്വം അധികാരികൾ എന്നിവരുടെ എല്ലാം സാന്നിധ്യത്തിൽ വരികയും ശ്രീമതി ഷീബ, വെറുതപ്പൻ എന്നിവർ അവരുടെ വീടുകളിൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യവും ബീവാത്തുമ്മ കുടുംബവും അവരെ ആത്മഹത്യ ചെയ്യുമെന്ന് അപായ ഭീഷണി ഉഴക്കുകയും അവരെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കോടതി വിധി അനുസരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ടത് എങ്കിലും ജീവന് അപായമുണ്ടാക്കും അവർ എന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നതിനാൽ നിലവിൽ ഇന്ന് ഈ നടപടികൾ ചെയ്യുന്നില്ല. ഒപ്പം അവരെ വീണ്ടും ഒരു അറിയിപ്പ് നൽകി അവർക്ക് 22-നുള്ളിൽ ഒഴിഞ്ഞു മാറണമെന്നൊരു അറിയിപ്പ് നൽകി സർക്കാർ സംവിധാനം ഇന്ന് പിൻവാങ്ങുകയാണ്.